ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഒറ്റ രാത്രി കൊണ്ട് സ്വന്തമായാൽ എന്താകും? മിക്ക ആൾക്കാരും അതിനെ ഭാഗ്യമെന്ന് പറയും. എന്നാൽ ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനെയും കൂടുതൽ ആഗ്രഹിക്കില്ല. ആദ്യം ഒരു സാധാരണ കഥയാണെന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ സിനിമയുടെ അവസാനം നിങ്ങളുടെ കിളി പാറും, അത് ഉറപ്പാണ്. 9 കോടി ബഡ്ജറ്റിൽ 1000 കോടിയിലധികം കളക്ഷൻ കിട്ടിയ പടത്തിന്റെ കഥ കേൾക്കാം. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. സിനിമയുടെ തുടക്കത്തിൽ ബയർ എന്ന പയ്യൻ ഒരു പെണ്ണിനോട് തന്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയുന്നു. എന്നാൽ അവനെ കൊണ്ട് അത് മര്യാദയ്ക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അവനാകെ തപ്പിത്തടഞ്ഞാണ് അവൻ സംസാരിക്കുന്നത്. അന്നേരം അവന്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞാൽ അവൾ നിന്നെ ഇട്ടിട്ട് പോകും, ഇത് കേട്ടാൽ അവൾ ചിലപ്പോൾ ഛർദ്ദിക്കുമെന്നൊക്കെ പറയുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബയറിന് നിക്കി എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളോട് പ്രണയം തുറന്നു പറയാൻ വേണ്ടി ആ ഹോട്ടലിലെ വെയിട്രസിനെ പിടിച്ചിരുത്തി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അന്നേരം വെയിട്രസ് നീ നല്ല പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആകണമെന്ന് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വെയിട്രസ് പോയ ശേഷം ബെയറിന്റെ സുഹൃത്ത് ഇവാൻ അവനെ ഉപദേശിക്കുന്നു. നീ നിന്റെ കുറേ വർഷം പാഴാക്കി, ഇനിയെങ്കിലും അവളോട് നിന്റെ ഉള്ളിലെ സ്നേഹം തുറന്നു പറയണമെന്ന് പറയുന്നു. അന്നേരം ബയർ ഞാൻ ഇന്ന് എന്തായാലും എന്റെ സ്നേഹം അവളെ അറിയിക്കും. ഇത് കേട്ടപ്പോൾ ഇവാൻ ഇന്ന് വേണ്ട, ചിലപ്പോൾ നിക്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ ദേഷ്യപ്പെട്ട് ഇന്നത്തെ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നീ മറ്റേതെങ്കിലും ഒരു സമയത്ത് നിന്റെ മനസ്സിലുള്ളത് അവളോട് പറയെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ബയർ കാണുന്നത് അവന്റെ പ്രിയപ്പെട്ട പൂച്ച സാന്റിയാഗോ മരിച്ചു കിടക്കുന്നതാണ്. അവൻ ആ പൂച്ച എടുത്തുകൊണ്ട് കരയുന്നു. ആ പൂച്ച മരിക്കാൻ കാരണം താഴെ വീണ് കിടന്നിരുന്ന ഉറക്ക ഗുളിക കഴിച്ചതുകൊണ്ടാണ് ആ പൂച്ച മരിച്ചത്. അങ്ങനെ ബയർ ആ ടാബ്ലറ്റ് കുപ്പി ഷെൽഫിലെടുത്ത് വെക്കുന്നു. അന്നേരം അവിടെ ഷെൽഫിൽ കുറെ മെഡിസിൻസ് ഉള്ളതായി നമുക്ക് കാണാം. ഇതൊക്കെ അവന്റെ മുത്തശ്ശിയുടെ മെഡിസിൻസ് ആയിരുന്നു. ആ മുത്തശ്ശി മരണപ്പെട്ടു. അങ്ങനെ ബയർ അവിടെ മുഴുവനും വൃത്തിയാക്കിയ ശേഷം പൂച്ചയെ കാർബേജിലിട്ട് റൂമിൽ വന്ന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഉറക്കെ കരയുന്നു. അങ്ങനെ ബയർ ഒരു ആശ്വാസത്തിന് നിക്കിയുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഒക്കെ നോക്കുന്നതിന് ഇടയിൽ നിക്കി അവനെ കോൾ ചെയ്ത് നീ ഇന്ന് പാർട്ടിക്ക് വരുന്നില്ലേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു. അന്നേരം ബയർ ചിലപ്പോൾ ഞാൻ വരും, എന്താണ് കാര്യമെന്ന് നിക്കിയോട് ചോദിക്കുന്നു. അന്നേരം നിക്കി അത് ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചു, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഈ നഗരം വിടുമെന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ട ബയർ ആകെ ടെൻഷനാകുന്നു. ഇനി നിക്കി ഈ നാട് വിട്ടാൽ ഞാൻ എങ്ങനെ എന്റെ പ്രണയം അവളെ അറിയിക്കും എന്നൊക്കെ ഓർത്ത്. അന്നേരം സംസാരിക്കുന്നതിന് ഇടയിൽ നിക്കിയുടെ മാല ഡ്രെയിനേജിലേക്ക് വീഴുന്നു. അവൾ അക്കാര്യം പറഞ്ഞ് കൂട്ടുകാരിയോട് സങ്കടപ്പെടുന്നത് ബയർ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കോൾ കട്ടായ ശേഷം ബയർ ആ പാർട്ടിയിലേക്ക് പോവാൻ റെഡിയാകുന്നു. അവൻ ആദ്യം ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നിക്കിക്ക് ചേരുന്ന നെക്ലേസുകൾ നോക്കുന്നു. എന്നാൽ ഒരു നെക്ലേസ് ബയറിന് തൃപ്തിയാകുന്നില്ല. ഇതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നിക്കിക്ക് വേറെ എന്ത് വാങ്ങാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ വൺ വിഷ് വില്ലോ എന്നൊരു പാക്ക് ബയർ കാണുന്നു. ഇത് വരം കൊടുക്കുന്ന ഒരു സ്റ്റിക്കാണ്. മനസ്സിൽ ഒരു ആഗ്രഹം പറഞ്ഞ് ഈ സ്റ്റിക്ക് ഒടിച്ചാൽ നമ്മൾ വിചാരിച്ച ആഗ്രഹം നടക്കുമെന്ന് ആ സ്റ്റിക്കിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ബയർ ഒരു സ്റ്റിക്ക് വാങ്ങുന്നു. അന്നേരം ആ കടയിലുള്ള ജോലിക്കാരൻ അത് വാങ്ങണ്ട, ആ സ്റ്റിക്ക് കൊണ്ട് കുറെ പേർക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും കൊണ്ടുപോയി എന്തെങ്കിലും സംഭവിച്ചാലോ ഇല്ലെങ്കിലോ ഇങ്ങോട്ടേക്ക് പരാതിയുമായി വരരുത് എന്ന് പ്രത്യേകം ബയറിനെ വാൺ ചെയ്യുന്നു. എന്നാൽ ബയർ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ സ്റ്റിക്ക് വാങ്ങി നേരെ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ പാർട്ടിയിൽ വെച്ച് നിക്കിയെ ഞാൻ പ്രൊപ്പോസ് ചെയ്യുമെന്ന് ബയർ ഇവാനോട് ആംഗ്യം കാണിക്കുന്നു. എന്നാൽ ഇവാൻ വേണ്ട, നീ പാർട്ടി നശിപ്പിക്കരുതെന്ന് തിരിച്ചും ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ നിക്കിയും ബയറും മാറി നിന്ന് സംസാരിക്കുന്നതിനിടയിലേക്ക് ഇവാൻ വന്ന് ബയർ പ്രൊപ്പോസ് ചെയ്യുന്നത് തടഞ്ഞ് വേറെന്തൊക്കെയോ കാര്യങ്ങൾ നിക്കിയോട് സംസാരിക്കുന്നു. അങ്ങനെ അവർ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നു. അങ്ങനെ സാൻഡി എന്ന പൂച്ച മരിച്ച കാര്യം അവൻ അവന്റെ കൂട്ടുകാരിയായ സെറയോട് പറഞ്ഞ ശേഷം സങ്കടപ്പെടുന്നു. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നിക്കി ഫ്രണ്ടിനോട് എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബയർ പെട്ടെന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നിക്കിയും ബയറും കാറിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബയർ നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം നിക്കി എന്റെ ലൈഫിനൊരു ചേഞ്ച് അത്യാവശ്യമാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജോലി വിടുന്നത് എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നതിന് ഇടയിൽ നിക്കി നിനക്ക് നമ്മുടെ സെറയെ ഇഷ്ടമാണോ, അവൾ എന്നും നിന്റെ കാര്യം പറയാറുണ്ട് എന്ന് പറയുന്നു. അന്നേരം ബയർ അവൾ എന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണെന്ന് പറയുന്നു. അപ്പോൾ നിക്കി അത് ശരിയാണ്, അവളൊരു ലവ് മെറ്റീരിയൽ അല്ല, എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. അങ്ങനെ നിക്കി ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറങ്ങാൻ നേരം അവൻ അവളെ തിരിച്ചു വിളിക്കുന്നു. അന്നേരം നിക്കി പെട്ടെന്ന് വന്ന് എന്താ കാര്യം, എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അന്നേരം ബയർ ആകെ ടെൻഷനായി പണ്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഗുഡ് നൈറ്റ് പറയുന്നു. ഇവൻ ആകെ ഒരു ടെൻഷൻ പാർട്ടിയാണ്. അവൻ അവന്റെ മനസ്സിലുള്ള കാര്യം ഒന്നും തന്നെ തെളിച്ച് പറയുന്നില്ല. ഇവന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് അവൾ കാത്തിരിക്കുന്നത്. അങ്ങനെ നിക്കി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അന്നേരം ബയർ അവളെ ഫ്രീക്കി നിക്കി എന്ന് വിളിക്കുന്നു. ഈ വിളി അവൾക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഇവളെ സ്കൂൾ ടൈമിൽ ഇത് പറഞ്ഞായിരുന്നു എല്ലാവരും കളിയാക്കിയിരുന്നത്. അന്നേരം നിക്കി കാറിന്റെ അടുത്തേക്ക് വന്ന് എന്താ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് നേർക്ക് നേർ ചോദിക്കുന്നു. അന്നേരം ബയർ ആകെ ടെൻഷനായി ഏയ് ഇല്ല, എനിക്കൊരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രമാണ് നിന്നോട് ഇഷ്ടമെന്ന് പറയുന്നു. ഇതും കേട്ടത് നിക്കി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. നിക്കി പോയ ശേഷം ബയർ താനെല്ലാം നശിപ്പിച്ചതോർത്ത് സങ്കടപ്പെടുന്നു. അന്നേരമാണ് ബയർ ആ ആഗ്രഹം സാധിക്കുന്ന സ്റ്റിക്കിനെ കുറിച്ച് ഓർത്തത്. അങ്ങനെ ബയർ വേറൊന്നും ആലോചിക്കാതെ ആ സ്റ്റിക്ക് കയ്യിലെടുത്ത് നിക്കി ഈ ലോകത്ത് എന്നെ മാത്രം സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച് ആ സ്റ്റിക്ക് ഒടിക്കുന്നു. അന്നേരം തന്നെ നിക്കി വീടിന് പുറത്തു വന്ന് ബയറിനെ തന്നെ തുറിച്ചു നോക്കുന്നു. ശേഷം കാറിന്റെ അടുത്ത് വന്ന് നീ എന്താണ് എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അന്നേരം ബയർ അത് ഞാൻ മറന്നുപോയി, നാളെ കൊണ്ടുവരാമെന്ന് അവൻ പറയുന്നു. അവൻ നിക്കിയുടെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. അന്നേരം നിക്കി നിന്റെ
പൂച്ച മരിച്ചതല്ലേ, നീ എന്തായാലും വീട്ടിലേക്ക് വാ, നിന്റെ പൂച്ച മരിച്ച സങ്കടത്തിൽ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട ബിയർ ആകെ ഞെട്ടുന്നു. പൂച്ച മരിച്ചതിന് ഡ്രിങ്ക്സോ? ഇനി ആ സ്റ്റിക്കിന്റെ പവർ ആയിരിക്കുമോ ഇതെന്ന് ബെയർ സംശയിക്കുന്നു. അവന് നിക്കിയുടെ ഈ പെരുമാറ്റം കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ബെയർ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് നിക്കി അവന്റെ കാറിൽ കയറി അവന്റെ വീട്ടിലേക്ക് പോ എന്ന് പറയുന്നു. അന്നേരം ബിയർ, നീ എന്താ ഇങ്ങനെ, നിന്നെ ഇതുപോലെ ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടില്ല, നിനക്ക് എന്തു പറ്റി, തൽക്കാലം നീ ഇപ്പോൾ നിന്റെ വീട്ടിലേക്ക് പോ, നാളെ വന്ന് ഞാൻ നിന്നെ പിക്ക് ചെയ്യാമെന്ന് പറയുന്നു. അന്നേരം നിക്കി കരഞ്ഞുകൊണ്ട്, എന്നെ തനിച്ചാക്കി പോവല്ലേ, എനിക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റില്ല, കാരണം എന്റെ അച്ഛന് ക്യാൻസർ ആണ്, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിക്കി എന്തോ പോലെ കരയുന്നു. അങ്ങനെ ബിയർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ നിക്കി അവന്റെ റൂമിൽ കയറി അവന്റെ സ്മെല്ല് ആസ്വദിക്കുന്നു. ശേഷം അവന്റെ ബെഡിൽ കയറി കിടക്കുന്നു. അന്നേരം ബിയർ പുറത്തു കിടക്കാൻ വേണ്ടി മുറിക്ക് പുറത്തേക്ക് പോകുന്നു. അന്നേരം നിക്കി അവനോട് അവളുടെ കൂടെ കിടക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബിയർ കൂടെ കിടക്കാൻ സമ്മതിക്കുന്നു. അന്നേരം നിക്കി അവളുടെ ഡ്രസ്സൊക്കെ ഉരി മാറ്റുന്നു. ശേഷം ബിയറിന്റെ തോളിൽ തല ചായച്ച് കിടക്കുന്നു. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ച് നിക്കി ബെയറിന് ഉമ്മ വയ്ക്കുന്നു. എന്നാൽ നിക്കി പെട്ടെന്ന് ഞെട്ടി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ബെയറിനെ തള്ളി മാറ്റുന്നു. അവനാകെ ഭയന്ന് സോറി, അറിയാതെ പറ്റിയതാണ് എന്ന് പറയുന്നു. അന്നേരം നിക്കി സാരമില്ല, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ബിയർ അവളെ തടയുന്നു. ശേഷം അവൻ താഴെ കിടന്നുറങ്ങുന്നു. എന്നാൽ ബിയറിന് ഉറക്കം വരുന്നില്ല. അവൻ നേരെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഈ ആഗ്രഹം സഫലീകരിക്കുന്ന സ്റ്റിക്ക് സത്യമാണോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നു. കുറെ പേർ അത് സത്യമാണ് എന്നും കുറെ പേർ അത് ഫേക്ക് ആണെന്നും ഒക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ബിയറിന് സ്റ്റിക്കിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കുന്നില്ല. അങ്ങനെ ബിയർ കിടക്കാൻ റൂമിലേക്ക് വന്നപ്പോൾ നിക്കി ഉറങ്ങാതെ കട്ടിലിൽ ഇരിക്കുന്നു. അങ്ങനെ നിക്കി ബെയറിനോട് താഴെ കിടക്കണ്ട, എന്റെ അടുത്ത് കിടക്കുകയെന്ന് പറഞ്ഞ് കൂടെ കിടത്തുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബെയർ ഉറക്കമുണർന്നപ്പോൾ നിക്കി അവിടെ എവിടെയുമില്ല. അങ്ങനെ ഹാളിൽ വന്ന് നോക്കിയപ്പോൾ അവൾ ഇവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല ഇവനെ ഇംപ്രസ് ചെയ്യാനായി മരിച്ച സാൻഡി എന്ന പൂച്ചയെ പൂവും മെഴുകുതിരിയും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് കണ്ട ബിയറിന്റെ കിളി പോയിരിക്കുകയാണ്. അന്നേരം നിക്കി ഇത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഇവർ ജോലിക്ക് പോകുന്നു. ഇവർ എല്ലാവരും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വിൽക്കുന്ന ഷോപ്പിലാണ് ജോലി. അന്നേരം ഇവർ ഒരുമിച്ച് വരുന്നത് കണ്ട് ബെയറിനോട് എന്താടാ എന്തു പറ്റി, ഇന്നലെ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബെയർ ഇന്നലെ നിക്കിയുമൊത്ത് ഒരുമിച്ചുറങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അന്നേരം അപ്പോൾ നീ അവളെ പ്രപ്പോസ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യത്തിൽ ഇവന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്, അത് സിനിമയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം ബെയർ ഇല്ല, അവളും ഒന്നിച്ച് ഇന്നലെ ജസ്റ്റ് ഉറങ്ങി അത്രമാത്രമെന്ന് ബെയർ പറയുന്നു. ഇതേ സമയം നിക്കി ബെയറിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട ബെയർ ഇന്നലെ മുതൽ ഇങ്ങനെയാണ് അവസ്ഥ, പെട്ടെന്ന് അവൾ അസ്വാഭാവികമായി എന്നോട് പെരുമാറുന്നു, അവളുടെ അച്ഛന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, അതുകൂടാതെ എന്നെ കിസ് ചെയ്തു, എന്നാൽ പെട്ടെന്ന് കുതിറി മാറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബെയർ ഇവാനോട് പറയുന്നു. അങ്ങനെ അന്ന് മുഴുവനും ബെയർ എവിടെ പോയാലും നിക്കി ഒരു ജോലി പോലും ചെയ്യാതെ ബെയറിനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നിക്കി നേരെ വന്ന് ബെയറിന്റെ കാറിൽ കയറുന്നു. അന്നേരം ബെയർ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വൈകിയാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം നിക്കി ഞാൻ ഈ മറന്നു വെച്ച ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ ശേഷം ബാഗും എടുത്ത് ഇവാന്റെ കാറിൽ കയറി പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ബെയർ ആ വിഷ് സ്റ്റിക്കിനെ കുറിച്ച് കൂടുതലായി ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു. അന്നേരം ഇവാൻ വിളിച്ച് നിക്കിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അവൾ വിചിത്രമായി പെരുമാറുന്നു എന്നൊക്കെ ബെയറുമായി സംസാരിക്കുന്നതിന് ഇടയിൽ ബെയറിന്റെ കഥക് ആരോ തട്ടുന്നു. അങ്ങനെ വാതിൽ തുറന്ന ബെയർ കാണുന്നത് നിക്കിയാണ്. അവൾ ബെയറിനോട് സോറി ചോദിക്കുന്നു. ഇന്നലെ ഞാൻ ഏതോ ലഹരി യൂസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്, എന്നാൽ വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആയി എടുക്കുമായിരുന്നു, എന്നാൽ നീ അങ്ങനെ ഒന്നും ചെയ്തില്ല, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് നിക്കി അവനോട് തുറന്നു ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ പയ്യന് ഒന്നും പറയാൻ പറ്റുന്നില്ല, അവൻ ആകെ സ്റ്റെക്കായി നിൽക്കുന്നു. അന്നേരം വേറെ വഴിയില്ലാതെ നിക്കി അവനോട് എനിക്ക് നിന്നോടൊരു ഫീലിംഗ്സ് ഉണ്ട്, അതേപോലെ നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ എന്ന് തുറന്നു ചോദിക്കുന്നു. അന്നേരം അവനും അവന്റെ ഇഷ്ടം തുറന്നു സമ്മതിക്കുന്നു. അങ്ങനെ അവർ പരിസരം മറന്ന് പ്രണയിക്കുന്നു. വീട്ടിലും കിച്ചണിലും ജോലി സ്ഥലത്തും അങ്ങനെ എല്ലായിടത്തും അവർ പ്രണയിക്കുന്നു. എന്നാൽ നിക്കി കുറച്ച് ഓവറാണ്. ബെയർ സാധാരണ രീതിയിലാണ് അവളെ പ്രണയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റെസ്റ്റോറന്റിൽ വെച്ച് ബെയർ നിക്കിയുടെ അച്ഛന്റെ ക്യാൻസറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ മാറ്റർ ചേഞ്ച് ചെയ്യുന്നു. അന്നേരം ഇവാൻ ബെയറിനെ കോൾ ചെയ്ത് നിക്കിയുടെ അച്ഛന് ആരോഗ്യ പ്രശ്നം ഒന്നും തന്നെ ഇല്ല, അയാൾക്ക് ക്യാൻസറും ഇല്ല, അയാൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ആ നിക്കി നിന്നോട് കള്ളം പറഞ്ഞതാണ്, ചിലപ്പോൾ നിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാം അവൾ കള്ളം പറഞ്ഞത്. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അന്ന് പാർട്ടിയിൽ വെച്ച് സെറയും നിക്കിയും നിന്നെ കുറിച്ച് സംസാരിച്ചിരുന്നു. അന്ന് അവൾ സെറയോട് പറഞ്ഞത് നിന്നെ അവൾക്കൊരു സഹോദരനെ പോലെ തോന്നുന്നു എന്നാണ്. അങ്ങനെ സഹോദരനെ പോലെ തോന്നിയ ആളോട് എങ്ങനെ പെട്ടെന്ന് പ്രണയം തോന്നും? ഇനി ലഹരിയിൽ തോന്നിയതാണെങ്കിൽ പിറ്റേ ദിവസം ശരിയാവേണ്ടതല്ലേ? ഇതിപ്പോൾ കുറെ ദിവസമായല്ലോ ഇങ്ങനെ. ഇനി ചിലപ്പോൾ സെറയ്ക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ നിക്കി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അല്ലെങ്കിൽ അവൾക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അവൾ ഇപ്പോൾ വേറൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട ബെയറിന് ഒരു കാര്യം ഉറപ്പായി, ഇതിനെല്ലാം കാരണം ആ സ്റ്റിക്കാണ്, അതിന്റെ ശക്തിയാണ് നിക്കിയെ മാറ്റിയത്. തന്നെ സഹോദരനെ പോലെ കണ്ടിരുന്ന ഒരുത്തിയുടെ കൂടെ തന്റെ സ്വാർത്ഥത മൂലം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കേണ്ടി വന്നതിൽ ബെയറിന് നല്ല സങ്കടവും കുറ്റബോധവും തോന്നുന്നു. അന്നേരം തന്നെ നിക്കി അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതിലൊരു കല്ലായിരുന്നു, അതിന്റെ പേര് ടൈഗർ ഐ എന്നാണ്. നിക്കിയുടെ അമ്മയുടേതായിരുന്നു ആ കല്ല്, പിന്നെ നിക്കി സൂക്ഷിച്ചു. ഇപ്പോൾ ആ കല്ല് അവൾ ബെയറിന് സമ്മാനിച്ചു. ആ കല്ല് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസും വിൽ പവറും കിട്ടുമെന്നൊക്കെ നിക്കി പറയുന്നു. അന്നേരം ബെയർ ഇതെന്തിനാണ് എനിക്ക് സമ്മാനിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം നിക്കി അത് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് ബെയർ ആകെ ഞെട്ടുന്നു. അവന് കാര്യങ്ങൾ
ഏകദേശം ഉറപ്പായി ആ വിഷ് സ്റ്റിക്കാണ് എല്ലാത്തിനും കാരണം. അന്നേരം അവൻ നിന്റെ അച്ഛന് ശരിക്കും ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവളപ്പോൾ പരിഭ്രമിച്ച് നോ എന്ന് പറഞ്ഞ് ഉറക്കെ കരയുന്നു. എന്നിട്ട് നല്ലൊരു ഡേറ്റ് നശിപ്പിക്കാനായി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ച് എന്തോ പോലെ പെരുമാറുന്നു. നിക്കിയുടെ പെരുമാറ്റം കണ്ട് ഭയന്ന ബെയർ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരു 3:45 ഉറങ്ങുന്നതിനിടെ ഉണർന്ന ബെയർ കാണുന്നത് ഒരു മൂലയ്ക്ക് നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന നിക്കിയാണ്. അവളെ കണ്ട് ബെയർ ആകെ പേടിക്കുന്നുണ്ട്. അവൾ ഇവന്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ബെയർ അവളോട് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, എന്തിനാണ് എന്റെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അവൾ ഞാൻ നിന്റെ ഉറക്കം ആസ്വദിക്കുകയാണ്, നീ ഉറങ്ങുന്നത് കാണാൻ എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ, പിന്നെ ഈ ഡ്രസ്സ് അതിൽ നിന്റെ മണമാണുള്ളത്, ആ മണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നു. എന്നാൽ ബെയർ അവളെ ഉറങ്ങാൻ വിളിക്കുന്നു. അന്നേരം നിക്കി കരഞ്ഞുകൊണ്ട് എനിക്കെന്റെ സ്വപ്നങ്ങൾ ഇഷ്ടമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിക്കി ഉറക്കെ കരയുന്നു. ഇത് കേട്ട് ആകെ ഭയന്നിരിക്കുകയാണ് ബെയർ. അന്നേരം അവൻ അവളെ സമാധാനിപ്പിച്ച് കൂടെ കിടക്കാൻ വിളിക്കുന്നു. എന്നാൽ അവൾ നീ ഉറങ്ങി എന്ന് വാശി പിടിക്കുന്നു. അങ്ങനെ ബെയർ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾ നിനക്കെന്താ എന്നെ ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഒരു പൂച്ചട്ടിയുമായി അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് ഭയന്ന ബെയർ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അന്നേരം നിക്കി എല്ലാം സാൻഡിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ബെയറിന്റെ കൂടെ കിടക്കുന്നു. ഉറക്കത്തിൽ ബെയറിനെ തിരിയാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഡ്രസ് ചെയ്ത് മിററിൽ നോക്കിയ ബെയർ തന്റെ മുടി ആരോ മുറിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അവനത് നിക്കിയോട് ചോദിക്കുന്നു. അന്നേരം അവൾ ഒരു കൂസലുമില്ലാതെ മുറിച്ചത് ഞാനാണ്, സോറി എന്ന് പറഞ്ഞ ശേഷം അവന് ലഞ്ച് ബോക്സ് എടുത്തു കൊടുക്കുന്നു. അന്നേരം അവൻ നീ ഇന്നലെ രാത്രി എന്താണ് കാണിച്ചത്, ഞാനാകെ ഭയന്നുപോയി. അന്നേരം നിക്കി അത്ഭുതത്തോടെ സോറി ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിക്കി എന്തോ പോലെ ബെയറിനെ നോക്കി ചിരിക്കുന്നു. അവൻ രാത്രി നടന്ന കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാതിരിക്കാൻ വേണ്ടി നിക്കി ബെയറിനെ കിസ് ചെയ്യുന്നു. അങ്ങനെ അവൻ ഇന്നലെ രാത്രി ചെയ്ത പോലെ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നിക്കിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു. ശേഷം അവൻ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു. അന്നേരം തിരിഞ്ഞു നോക്കി അവൻ ആകെ ഞെട്ടുന്നു. കാരണം ഇവൾ ആ മെയിൻ ഡോർ മുഴുവനും സ്റ്റിക്കർ ഒട്ടിച്ച് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഇവൻ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി. അവളുടെ ചിന്ത ഇവൻ എന്നും ഇവളുടെ കൂടെ ഉണ്ടാവണം എന്നാണ്. എന്നാൽ ബെയർ ഇത് കണ്ട് ഭയക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഡോർ എങ്ങനെയൊക്കെയോ തുറന്ന് ജോലിക്ക് പോകുന്നു. അന്നേരം നിക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ചിരി കണ്ടാൽ പകൽ പോലും ആരെങ്കിലും പേടിച്ചു പോകും. അപ്പോൾ അവൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നാൽ ബെയറിനെ യാത്രയാക്കുന്നത് കൊണ്ട് അവൾ അവിടെ തന്നെ മൂത്രമൊഴിക്കുന്നു. അടുത്ത സീനിൽ ബെയർ ലഞ്ച് ബോക്സ് തുറന്നു നോക്കുന്നു. അതിൽ നിക്കി ഇവൻ അറിയാതെ എടുത്ത ഇവന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കൂടെ ഭക്ഷണത്തിന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടും. ഇതൊക്കെ കണ്ട് എന്തോ പോലെ തോന്നിയ ബെയർ സെറയോട് അന്ന് നിങ്ങൾ എന്നെ പറ്റി എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം സെറ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, സഹോദരനെ പോലെ കണ്ട ഒരുത്തന്റെ കൂടെ എങ്ങനെയാണ് നിക്കിക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നിനക്ക് ഹെർട്ട് ആവാതെ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ ബെയറിന്റെ തോളിൽ ചായുന്നു. ശേഷം നിക്കി എഴുതിയ നോട്ട് തട്ടിയെടുത്ത് സെറ ഹോഹോ ഇതുവരെ എത്തിയോ കാര്യങ്ങൾ, ഇതെന്താണ് ഇവൾ എഴുതിയിരിക്കുന്നത്, ഫുഡിന്റെ അഭിപ്രായം പറ, പൂച്ചെ നിന്നെ അവൾ പൂച്ച എന്നാണോ വിളിക്കാറ്, അവൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് സാറ പറയുന്നു. എന്നാൽ ബെയറിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അവൾ ഇന്ന് ഉണ്ടാക്കിയ സാൻഡ്വിച്ചിൽ ചിക്കനോ മട്ടനോ അല്ല ഉപയോഗിച്ചത്, അത് ചത്ത സാൻഡി എന്ന പൂച്ചയുടെ ഇറച്ചിയായിരുന്നു. ഇതറിഞ്ഞ ബെയർ അവിടെ തന്നെ ഛർദ്ദിക്കുന്നു. അങ്ങനെ അന്ന് ഇവാന്റെ കാർ കേടായതുകൊണ്ട് ബെയർ അവനെ ഡ്രോപ്പ് ചെയ്യുന്നു. അന്നേരം അവൻ നിക്കിക്ക് എങ്ങനെയുണ്ട്, നീയല്ലേ പറഞ്ഞത് അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന്, പിന്നെ അവളുടെ അച്ഛന് ക്യാൻസർ ആണെന്നൊക്കെ കള്ളം പറഞ്ഞില്ലേ, അവൾക്ക് മെന്റൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇവാൻ കൂടുതൽ കാര്യങ്ങൾ നിക്കിയെ പറ്റി ചോദിക്കുന്നു. അന്നേരം ബെയർ അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ശേഷം ഇവാൻ അവന്റെ വീട്ടിൽ നടക്കുന്ന ബോയ്സ് പാർട്ടിക്ക് ബെയറിനെ ക്ഷണിക്കുന്നു. അങ്ങനെ ഇവാനെ ഡ്രോപ്പ് ചെയ്ത് വീടിന്റെ ഫ്രണ്ടിലെത്തിയ ബെയർ എന്തായാലും പൂച്ചയെ കറി വെച്ചതിന് അവളെ ശകാരിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൻ പൊട്ടിച്ച വില്ലോ സ്റ്റിക്കിന്റെ പാക്കേജിനെ കുറിച്ച് ഓർക്കുന്നു. അങ്ങനെ അവൻ അതെടുത്ത് അതിലെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അന്നേരം ഫോൺ എടുത്ത കസ്റ്റമർ കെയറിനോട് ബെയർ ഞാൻ ആഗ്രഹിച്ച വിഷിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം കസ്റ്റമർ കെയർ അത് മാറ്റം വരുത്താനോ അത് ക്യാൻസൽ ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം ബെയർ അപ്പോൾ ഈ ശാപം അവൾ ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കസ്റ്റമർ കെയർ നിന്റെ മരണം വരെ ഇത് അവളെ പിന്തുടരും, നീ മരിച്ചാൽ ആ ശാപം അവളെ വിട്ടു പോകുമെന്ന് പറയുന്നു. ഇത് കേട്ട് ഭയന്ന ബെയർ അവളെന്താ ഇങ്ങനെ ഒരുമാതിരി പെരുമാറുന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം കസ്റ്റമർ കെയർ അത് നീ അവളോട് തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞയുടൻ നിക്കി ഫോണിലൂടെ കരയുന്നത് ബെയർ കേൾക്കുന്നു. ഇത് കേട്ട് ഭയന്ന ബെയർ നിക്കി എന്റെ റൂമിലല്ലേ ഉള്ളത്, പിന്നെ എങ്ങനെ ഇവന്റെ അടുത്ത് നിന്നും കരയും എന്നൊക്കെ ആലോചിച്ച് വേഗം വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വാതിൽ തുറന്ന ബെയർ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. കാരണം നിക്കി രാവിലെ നിന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ ഇവനെയും കാത്ത് അതേ സ്ഥലത്ത് നിൽക്കുന്നു. വിശന്നപ്പോൾ അവൾ പ്രാണികളെ പിടിച്ച് തിന്ന് ഛർദ്ദിച്ചിരുന്നു. അങ്ങനെ ആകെ വീർത്ത് കുളിച്ച് നിക്കി കുളിക്കാൻ പോകുന്നു. അന്നേരം അവൾ നിന്ന സ്ഥലം ബെയർ നോക്കുന്നു. അവിടെ മുഴുവനും അവൾ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് ബെയർ. ഒരു കാര്യമുണ്ട്, നിക്കി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നേരത്തെ ആരുടെ ശബ്ദമാണ് നമ്മൾ ഫോണിലൂടെ കേട്ടത്, യഥാർത്ഥ നിക്കി എവിടെയാണ് ഉള്ളത്, അവളെ ആരെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടോ, എന്താണ് ഇവിടെ നടക്കുന്നത് കണ്ടറിയാം. അന്നേരം ബാത്റൂമിന്റെ അടുത്ത് പോയി കുളിച്ചുകൊണ്ടിരിക്കുന്ന നിക്കിയോട് ബെയർ നീ ഇന്ന് ചെയ്ത പോലെ പൂച്ചയിറച്ചി ഒരിക്കലും കറി വെക്കരുത് എന്ന് പറയുന്നു. ശേഷം ഇന്ന് ഇവാന്റെ വീട്ടിൽ ഒരു ബോയ്സ് പാർട്ടിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് അവൻ ചോദിക്കുന്നു. അന്നേരം നിക്കി ബാത്റൂമിൽ വെച്ച് ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു. ഇത് കേട്ട് ബെയർ ആകെ ഭയക്കുന്നുണ്ട്. അന്നേരം നിക്കി ഞാനും വരാമെന്ന് വാശി പിടിക്കുന്നു. എന്നാൽ ബെയർ നീ വരണ്ട, നിനക്ക് കൂട്ടുകിടക്കാൻ സാറയെ വിളിക്കാമെന്ന് പറയുന്നു. അന്നേരം നിക്കി സാറ പാർട്ടിക്ക് വരുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ കരയുന്നു.
നിനക്ക് എന്നെ കൊണ്ടുപോവാൻ വയ്യെങ്കിൽ അത് പറഞ്ഞ പോരെ, എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവൾ വീണ്ടും ഉറക്കെ കരയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ബെയർ അവളെയും കൊണ്ട് പാർട്ടിക്ക് പോകുന്നു. അന്നേരം ഇവാൻ ബെയറിനോട് നിനക്ക് ഇവളെ ഒരു 3 മണിക്കൂർ വരെ പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? അപ്പോൾ ബെയർ സെറ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം അവൾ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് ഈ പാർട്ടിക്ക് വന്നതെന്ന് പറയുന്നു. അതുകൂടാതെ കുറെ സ്ത്രീകൾ ആ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ വെച്ച് അവർ ഒരു ഗെയിം കളിക്കുന്നു. ഗെയിം എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടിയിട്ടുള്ളവർ ഓരോ ബ്ലോക്ക് എടുക്കും, അതിൽ എഴുതിയതുപോലെ അവർ ചെയ്യണം. അങ്ങനെ അവിടെ ഇരുന്ന ഒരുത്തൻ ഒരു ബ്ലോക്ക് എടുക്കുന്നു, അതിൽ സീറ്റ് മാറണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ബെയറിന്റെ സീറ്റ് മാറ്റി നിക്കിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അന്നേരം നിക്കി എന്തൊക്കെയോ പറഞ്ഞ് എന്തോ പോലെ ചിരിക്കുന്നു. നെക്സ്റ്റ് നിക്കിയുടെ ഊഴമാണ്. നിക്കി ഒരു സ്റ്റിക്ക് എടുക്കുന്നു, അതിൽ എന്താണ് എഴുതിയതെന്ന് അവൾ ആർക്കും കാണിക്കുന്നില്ല. ശേഷം അവൾ സ്വന്തമായി ഒരു കഥ പറയുന്നു. ഹാൻസൻ ആൻഡ് ഗ്രേറ്റൽ എന്ന പഴയ കഥയുടെ ക്രൂരമായ ഒരു വെർഷനാണ് അവൾ പറയുന്നത്. സഹോദരങ്ങളായവർ ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്ന കഥ. ഈ കഥ കേട്ട് എല്ലാവരും അവളെ ഒരുമാതിരി നോക്കുന്നു. സത്യത്തിൽ ഇത് ഇവളുടെ കഥ തന്നെയായിരുന്നു അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഥ. നിക്കി ബെയറിനെ സഹോദരനെ പോലെയാണ് കണ്ടിരുന്നത്, എന്നാൽ അവർ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്, അതും നിക്കിയുടെ സമ്മതമില്ലാതെ ആരോ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ. ഇതൊക്കെ കാണുമ്പോൾ നിക്കിയുടെ കോൺഷ്യസ് ആരോ കൺട്രോൾ ചെയ്യുന്നതായി നമുക്ക് തോന്നും. ഇവൾക്ക് ആ വില്ലോ വിഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ആ ഗെയിമിൽ അടുത്ത ഊഴം ബെയറിന്റെ ഊഴമാണ്. അവനടുത്ത ബ്ലോക്കിൽ എഴുതിയിരിക്കുന്നത് അടുത്തിരിക്കുന്ന സ്ത്രീയെ കിസ് ചെയ്യണമെന്നാണ്. ഇത് കേട്ട് നിക്കിയുടെ മുഖഭാവം ആകെ മാറുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. കാരണം ബെയറിന്റെ അടുത്തുള്ള സ്ത്രീ സെറയാണ്. ശേഷം നിക്കി സെറയിരുന്ന കസേര പുറകോട്ടേക്ക് വലിച്ചു മാറ്റി ബെയറിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ നിക്കിയാണ് ബെയറിന്റെ അടുത്തുള്ളത്. അങ്ങനെ ബെയർ അവളെ കിസ് ചെയ്യുന്നു. അന്നേരം നിക്കി തന്റെ സ്നേഹം ബെയറിനോട് പറയുന്നു. ഞങ്ങളുടെ ഈ സ്നേഹം മുറിയിലിരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാവരും മരിച്ചുപോയെന്ന് പറഞ്ഞ ശേഷം അവൾ പെട്ടെന്ന് ദേഹത്ത് എന്തോ കൂടിയ പോലെ പെരുമാറുന്നു. ശേഷം ഒരു കുപ്പിയെടുത്ത് സ്വയം തലക്കടിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഭയന്ന് നിക്കിയെ തടയുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ബെയർ നിക്കിയോട് സാധാരണ പോലെ പെരുമാറാൻ ആവശ്യപ്പെടുന്നു. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെയർ ഞാൻ ഇന്ന് ഇവാന്റെ വീട്ടിൽ പോയി നാളെ വരാമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ നിക്കി കരഞ്ഞുകൊണ്ട് പോകരുത്, എനിക്ക് നീയില്ലാതെ പറ്റില്ല, നീ എന്റെ കൂടെ വേണമെന്ന് ഉറക്കെ കരയുന്നു. ശേഷം എന്തോ പോലെ പിറകോട്ടേക്ക് പോകുന്നു. ഇത് കണ്ട് ഭയന്ന ബെയർ അവളോട് എന്നെ പേടിപ്പിക്കരുത് എന്ന് പറയുന്നു. അന്നേരം നിക്കി നിന്നെ ഞാൻ ഒരിക്കലും പേടിപ്പിക്കില്ല, നിനക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് പോവാം, പക്ഷേ നീ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, ഞാൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ബെയർ വേറെ വഴിയില്ലാതെ പാർട്ടിക്ക് പോകാതെ അവളോടൊന്നിച്ച് കിടക്കുന്നു. അന്നേരം രാത്രി സെറ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ബെയറിന് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ബെയർ നിക്കി അറിയാതെ മെല്ലെ എഴുന്നേറ്റ് പോകുന്നു. അന്നേരം നിക്കി എന്നെ ഒന്ന് കൊന്നു തരാമോ, അവൾ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് എന്ന് ബെയറിനോട് പറയുന്നു. ഇപ്പോൾ ഉള്ളത് നിക്കിയുടെ യഥാർത്ഥ കോൺഷ്യസ് ആണ്. അന്നേരം ബെയർ യഥാർത്ഥ നിക്കിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം നീ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കാത്തത് എന്ന് ചോദിക്കുന്നു. അന്നേരം നിക്കി മെല്ലെ സംസാരിക്ക് അവൾ ഉണരും. പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാത്തത് ഞാൻ നിന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ബെയർ അവിടെ നിന്ന് പോകുന്നു. കാരണം അവൻ എനിക്ക് ഈ അവസ്ഥയിലാണെങ്കിലും അവൾ അവന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് അവന്റെ ആഗ്രഹം. എന്നാൽ നിക്കി എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് യാചിക്കുന്നു. എന്നാൽ ബെയർ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ സെറ ബെയറിനോട് നിക്കിക്ക് എന്താണ് സംഭവിച്ചത്, അവളും ഇവാനും കഴിഞ്ഞ 2 വർഷമായി റിലേഷൻഷിപ്പിലായിരുന്നു, എന്നിട്ട് അവൾ നിന്നോട് ഡേറ്റ് ചെയ്യുന്നു, എത്ര ചീപ്പാണ് അവൾ, നിനക്ക് വേറെ നല്ലൊരാളെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ബെയർ ഒന്ന് ഞെട്ടുന്നു. കാരണം നിക്കിയോട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ ഇവാനാണ്. അതുകൂടാതെ ഈ സെറയ്ക്ക് നമ്മുടെ ബെയറിനെ ഇഷ്ടമാണ്. അന്നേരം സെറ വേറൊരു കാര്യം കൂടി പറയുന്നു. ആ ഗെയിമിൽ മിസ് ചെയ്ത കിസ് എനിക്കിപ്പോ വേണമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നിക്കി കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് സാറയുടെ മുഖം ഇഷ്ടികയ്ക്ക് ഇടിച്ചിടിച്ച് കൊന്നുകളയുന്നു. സാറയുടെ തലയൊട്ടി പൊട്ടുന്നത് വരെ നിക്കി പിടിച്ച് ഇടിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീനാണ് ഇത്. നിക്കി സെറയെ കൊന്നുകളയുന്നു. ഇത് കണ്ട് ആകെ പേടിച്ച് തരിച്ചിരിക്കുകയാണ് ബെയർ. അങ്ങനെ സെറയെ കൊന്നതിന് ശേഷം നിക്കി സോറി ബേബി, നീ ഇത് കണ്ടുവല്ലേ, പക്ഷേ ഇതെല്ലാം നീ കാരണമാണ്, എല്ലാം നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് നിക്കി ബെയറിനെ ആശ്വസിപ്പിക്കുന്നു. ഇതാണ് കോമഡി. അവൾ ഒരിക്കലും ബെയറിനെ കുറ്റപ്പെടുത്താറില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സെറയുടെ ബോഡി മാറ്റുന്നു. അങ്ങനെ അടുത്ത സീനിൽ ബെയർ ആ വില്ലോ വിഷ് സ്റ്റിക്ക് വിൽക്കുന്ന കടയിൽ പോയി ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ഇതെങ്ങനെ വിൽക്കും, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ആ കടക്കാരൻ അതിൽ വാണിംഗ് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ബെയർ എനിക്ക് എന്റെ വിഷ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അപ്പോൾ ആ കടക്കാരൻ അത് സാധ്യമല്ല, പക്ഷെ വേറൊരു വഴിയുണ്ട്, നിന്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ഒരു സ്റ്റിക്ക് വാങ്ങി കട്ട് ചെയ്ത് എല്ലാം നോർമൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കാൻ പറ, ചിലപ്പോൾ എല്ലാം ശരിയാവാൻ സാധ്യത ഉണ്ട് എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ബെയർ 3 സ്റ്റിക്ക് വാങ്ങുന്നു. ശേഷം ഒരു സ്റ്റിക്ക് അവൻ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവൻ അവന്റെ വിഷ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. ഈ സ്റ്റിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അവനെ കൊണ്ട് ഈ സ്റ്റിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ബെയർ ആ വിഷ് സ്റ്റിക്ക് കൊണ്ട് ഇവാന്റെ വീട്ടിലേക്ക് പോയി ആ സ്റ്റിക്കിന്റെ പവറിനെ കുറിച്ച് പറയുന്നു. ഞാൻ ആ സ്റ്റിക്ക് പൊട്ടിച്ച് വിഷ് പറഞ്ഞത് കൊണ്ടാണ് നിക്കി എന്നെ ലവ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ ആ സ്റ്റിക്ക് പൊട്ടിച്ച് എല്ലാം നോർമൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഇവാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ ബെയറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ ആ സ്റ്റിക്ക് കട്ട് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ആ സ്റ്റിക്ക് കട്ട് ചെയ്ത് എനിക്ക് $1 മില്യൺ വേണമെന്ന് ഇവാൻ പറയുന്നു. എന്നാൽ അപ്പോൾ തന്നെ $1 മില്യൺ ആ മുറിയിൽ വന്ന് നിറയുന്നു.
അങ്ങനെ തന്റെ സുഹൃത്ത് മൊത്തത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയ ബെയർ തിരിച്ച് വീട്ടിലേക്ക് പോയി നിക്കിയോട് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബെയർ വേറൊരു കാര്യം കണ്ട് ആകെ ഞെട്ടുന്നു. സെറയുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സൊക്കെ ഊരിമാറ്റി അവളെ ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. അതുകൂടാതെ അവളുടെ ഡ്രസ്സും അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പോലത്തെ ടാറ്റു സ്വന്തം ശരീരത്തിൽ കുത്തിവരച്ച് നിക്കി അവന്റെ പിറകിൽ നിൽക്കുന്നു. അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അവൾ എന്തുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കാത്തത് എന്ന് പറഞ്ഞ് അവൾ സ്വയം തലതല്ലി പൊട്ടിച്ച് ബഹളം വയ്ക്കുന്നു. അന്നേരം ഇവാൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ നിക്കി അവനെ വെടിവെച്ച് കൊന്നുകളയുന്നു. ശേഷം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കുമെന്ന് അലറിക്കൊണ്ട് അവൾ പറയുന്നു. അന്നേരം ആകെ പേടിച്ചു വിറച്ച ബെയർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അവൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ശാന്തമായി അവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ ബെയർ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയപ്പോൾ അവൾ പിറകെ ചെന്ന് വാതിൽ തട്ടി ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ഗൺ പുറത്തെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കാൻ ബെയർ തീരുമാനിക്കുന്നു. എന്നാൽ അവനെ കൊണ്ട് അത് പറ്റുന്നില്ല. അങ്ങനെ അവൻ മുത്തശ്ശിയുടെ ഉറക്കഗുളിക മുഴുവനും കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്നാൽ മരണഭയം മൂലം അവൻ ഛർദ്ദിച്ച് ആ ഗുളിക മുഴുവൻ പുറത്തു കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴത്തേക്ക് നിക്കി അവന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന വിഷ് സ്റ്റിക്ക് പൊട്ടിച്ച് ബെയർ എന്നെ മാത്രം സ്നേഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബെയറിന് പെട്ടെന്ന് മാറ്റമുണ്ടാവുന്നു. അവൻ നിക്കിയെ ഭ്രാന്തമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവൻ കുടിച്ച മരുന്നിന്റെ ഫലമായി അവൻ നിക്കിയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. ബെയർ മരിച്ചത് കണ്ട നിക്കി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നു. എന്നാൽ അന്നേരം നിക്കിക്ക് ബോധം വരുന്നു. കാരണം ബെയർ മരിച്ചു. ബെയർ മരിച്ചതുകൊണ്ട് അവന്റെ വിഷിന്റെ പവർ പോയി. ഇപ്പോൾ ആ സ്റ്റിക്കിന്റെ ശാപത്തിൽ നിന്നും നിക്കി മോചിതയായി. ഇപ്പോൾ ആ സ്റ്റിക്കിന്റെ കൺട്രോളിൽ ഇല്ലാത്ത നോർമൽ നിക്കിയാണ് അവൾ. അങ്ങനെ ബോധം വന്ന നിക്കി ചുറ്റും നോക്കുമ്പോൾ തന്റെ ഉറ്റ ചങ്ങാതിമാർ എല്ലാവരും മരിച്ചു കിടക്കുന്നു. എന്താണ് പറ്റിയതെന്ന് അവൾക്ക് അറിയുന്നില്ല. എന്നാൽ താനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ആ കുറ്റബോധത്തിൽ അവൾ ഉറക്കെ അലറി നിലവിളിക്കുന്നതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ആരാണ് വില്ലൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായും പറയാൻ പറ്റും അത് ബെയറാണ്. അവനാണ് വില്ലൻ. അവന്റെ സ്വാർത്ഥതയാണ് ഇതിനൊക്കെ കാരണം. എന്നാൽ ഇവാൻ അവനൊരു വഞ്ചകനാണ്. നിക്കി അവന്റെ രഹസ്യ കാമുകിയായിട്ടും അതെല്ലാം മറച്ചുവെച്ച് അവൻ ബെയറിനെ കുരങ്ങ് കളിപ്പിച്ചു. ഇതിലെ വിക്ടിം അത് നിക്കിയാണ്. അവൾ ആള് ജെനുവിനായിരുന്നു. പക്ഷെ ബെയറിന്റെ സ്വാർത്ഥത മൂലം അനുഭവിച്ചത് അവളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിധിയെ മാറ്റാൻ ശ്രമിച്ചാൽ അത് നിങ്ങളെയും കൊണ്ടേ പോകൂ. ഒരാളുടെ ഇഷ്ടം അയാളുടെ സമ്മതമില്ലാതെ കുറുക്കുവഴിയിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ നേടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ പ്രണയമല്ല. ആ സ്നേഹം അല്ലെങ്കിൽ ആ ഇഷ്ടം അത് ശാപത്തിന് തുല്യമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.